ഞാനിപ്പം ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ഈ ട്രഡീഷണൽ ഷോയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? What do you mean by വളക്കാപ്പ്? വളക്കാപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? വള ഇട്ട് കൊടുക്കുക. Okay. Do you know from which place this tradition has come to? Very good. ഇനി എനിക്ക് ഒന്നും പറയാനില്ലല്ലേ. You all are well versed about these things. Okay. തമിഴ്നാട്ടിലെ വളക്കാപ്പ് എന്ന് പറഞ്ഞാലേ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് വളക്കാപ്പ്, വള മീൻസ് ബാംഗിൾസ്. ഓക്കെ. സോ നമുക്ക് ഇതൊരു ഡെക്കറേഷൻ ഫുള്ള് വന്നപ്പോഴത്തെ നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ ബലൂൺസ് കാണാൻ പറ്റും അല്ലേ, ദീപാവലി ആകുമ്പോൾ ലൈറ്റ്സ് കാണാൻ പറ്റും, ഹോളി ആകുമ്പോൾ കളേഴ്സ് കാണാൻ പറ്റും. ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് എവറിത്തിങ് വി ഷുഡ് സേ. ലൈറ്റ്, കളേഴ്സ്, ഫ്ലവേഴ്സ്, സ്വീറ്റ്സ് ഓഫ് കോഴ്സ്. അപ്പം ഇതൊരു മിക്സ്ഡ് ഇമോഷനാണ്. മിക്സ്ഡ് ഇമോഷനുള്ള ഒരു ഫീലിംഗിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തത്. I can't see സഞ്ജന over here. സഞ്ജനയും ഹസ്ബൻഡിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് ഉണ്ട്. എന്റെ സഞ്ജന എന്ത് ചെയ്തു? ഉണ്ടോ അവിടെ? നമുക്ക് ഇതാണ് എന്റെ ഒരു ഷോർട്ട് ഇൻട്രോ കേട്ടോ. എല്ലാവരും ഹാപ്പിയാണോ? വരുന്നതുപോലുണ്ടല്ലേ? നമ്മള് പറയത്തില്ലേ ഉദയനാണ് താരം എന്നൊക്കെ പറയുന്നത്, ഇന്നത്തെ താരം സഞ്ജനയാണ്. ഓക്കെ, ഈ താരത്തിന് ബാക്കി എല്ലാവരും താരങ്ങൾ തന്നെയാണ് അല്ലെ. എല്ലാ താരങ്ങളുടെയും വന്നാൽ വലിയൊരു കൈഡി ഉണ്ടാവും. ഭയങ്കര എക്സ്പെക്ടേഷൻസിനൊക്കെ ഒരു ടൈമാണ് അല്ലേ. നമ്മുടെ പ്രതീക്ഷയാണ് പുതിയൊരു ഫാമിലി മെമ്പർ കമ്മിങ് ടു അവർ ഹോം. ഐ തിങ്ക് സഞ്ജന ഓൾറെഡി ഷീസ് എ മദർ വൺസ്. ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. I would like to welcome her first bundle of joy. ആദ്യ പറയുന്നവരുടെ ആദ്യം വന്ന ആള് ആദ്യ. So she deserves a much more huge round of applause. That's so sweet. ഇവരെ രണ്ടുപേരെ വിളിച്ചിട്ടേ ഒരാളെ വിളിക്കാനില്ല, ഇൻകംപ്ലീറ്റ് അല്ലേ. ആരെയാ വിളിക്കേണ്ടത്? ഞാൻ കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയുടെ അച്ഛൻ വരൂ. കുട്ടിയുടെ അച്ഛന് വന്നു ഷോയില്. This makes a complete family. Okay? But ഈ family complete ആകത്തില്ല. We have a very little bundle of joy which is yet to come out. നമ്മളെല്ലാവരും ആ പ്രതീക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ്. അതിനൊരു ചെറിയ ആഘോഷമാണിത്. വലിയ വരാനിരിക്കുന്ന ആഘോഷത്തിന്റെ ഒരു ചെറിയ സാമ്പിൾ പടക്കം മാത്രമാണ് അല്ലേ. വലിയ വലിയ ആഘോഷം ഇനിയും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനിയും ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ഒരു ഷോ. നമ്മൾ ഒഫീഷ്യലി ഐ ഹാവ് അനൗൺസ് ദിസ് ഷോ. ഇനി നമ്മൾ ഇതിന്റെ പ്രൊസീഡിങ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഗെസ്റ്റ്സ് ആർ ഹിയർ. ഷുഡ് വി വെയിറ്റ് ഫോർ സമൺ? We can start. Okay, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് പറയുമ്പോൾ സഞ്ജന is so much happy that you all people have arrived here. നേരത്തെ തന്നെ നമ്മളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അത് ചെയ്യണേ, ഇത് ചെയ്യണേ, അങ്ങനെ ചെയ്യണേ. You know, she is so much concerned about all you people. You are so much blessed to have a such friend in Sanjana. അപ്പം തീർച്ചയായിട്ടും ഉണ്ട്. The man behind the show is definitely no problem. ഞാൻ എല്ലാ ഷോസിന് പോകുമ്പോഴും ഇത് കേൾക്കാറുണ്ടെങ്കിലും ടു ബി ഓണസ്റ്റ് മലയാളികളുടെ ഷോയ്ക്ക് പോകുമ്പോൾ ഇത് കുറേ കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ പൊക്കി പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ സഞ്ജന ഹസ്ബൻഡ് has arranged നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും ഇവിടെ നമുക്ക് പേര് വരുമ്പോൾ തന്നെ റിഫ്രഷ്മെന്റ്സ് ഉണ്ട്. കഴിക്കാത്തവർ കുടിക്കാത്തവർ പ്ലീസ് ഹെൽപ്പ് യുവർസെൽഫ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടുണ്ട് ഫോർ ലേഡീസ്. പൂവും വളയും സ്പെഷ്യലായിട്ട് സഞ്ജന ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് തലയിൽ പൂവില്ലാത്തവരൊക്കെ പെട്ടെന്ന് പോയി തലയിൽ പൂ വെക്കേണ്ടതാണ്. കയ്യിൽ വളയില്ലാത്തവരൊക്കെ പെട്ടെന്ന് പോയി വളയിടേണ്ടതാണ്. മനസ്സിലായി ആരാണ് ക്ഷണിച്ച്
ഇവന്റിലുള്ള കാര്യം വെച്ചിട്ടുണ്ട്. ഗസ്സിംഗ് ഈ ട്രീ ഇതെന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതെല്ലാം സഞ്ജനയുടെ ഐഡിയ ആണ് കേട്ടോ. സോ ഐ തിങ്ക് ഷീ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ബെറ്റർ ദാൻ മീ. ഇതെന്താണ് സഞ്ജന ഉദ്ദേശിച്ചത്? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ട്രീ ഉണ്ട്. അതില് നമ്മള് ബോയാണോ ഗേളാണോ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ജെൻഡർ റേഞ്ചിൽ ഇല്ലാണ്ടോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഡേറ്റ്, അതായത് എപ്പോഴാണ് ഡേറ്റ് പുറത്തേക്ക് വരുന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പിന്നെ ഒരു ലോട്ടറി, അതാണ് തേർഡ് ലോട്ട്. അത് സ്ക്രാച്ച് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാവരും ചെയ്തു വിചാരിക്കുന്നത്. ആരെങ്കിലും പറ്റിയില്ല ഇതില്ലേ? Thank you so much for helping me with that. About I think Sanjana and Model and Adya can please go sit in your seats. ബാക്കിക്കാരെല്ലാം നിന്ന് ചെയ്യാം. അനുമോദന സഞ്ജനയുടെ കൂടെ ഇരിക്കാറില്ലേ? ഇല്ല ഇല്ല ഇല്ല. അനുമോദന ഇവിടെ ഇരിക്കണമെന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ ബെറ്റർ കിട്ടാനായിട്ട് നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഈ ഫിലിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് കയ്യടികൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഞാൻ ഗസ്റ്റ് വരുന്നതാണ്. ഓക്കെ ഫൈൻ, എന്താണേലും കൈ അടിച്ചാൽ മതി. An attentive audience is a success of an actor and the success of a partner. എന്താണ്? അപ്പൊ നമ്മള് വളരെ നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. നിങ്ങള് ഒരു സൺഡേ ആയിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എല്ലാവരെയും കണ്ടതിന് ഞാനും വളരെ ഹാപ്പിയാണ്. നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെയുള്ള പ്രത്യേകം ഒരു ഫ്രണ്ട്സിന്റെ ഒക്കെ വക റിലേറ്റീവ്സിന്റെ ഒക്കെ വക ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാ പ്രോഗ്രാംസിന്റെയും അത്യന്താക്ഷര ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഡാൻസ്. കല്യാണം വെച്ച് നമ്മൾ ഓൾറെഡി ആൾക്കാർ നേരത്തെ പറഞ്ഞു പാട്ട് അപ്പൊ അങ്ങനെയല്ല, റിലേറ്റീവ്സ് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്കൊരു വെൽക്കം ഡാൻസോടുകൂടി സ്റ്റാർട്ട് ചെയ്താലോ? വെൽക്കം ഡാൻസ് ചെയ്യുന്ന ആരാണ്? രണ്ടുപേരും മുന്നോട്ട് വരാമോ? ഉണ്ടോ ഇവിടെ വെൽക്കം ഡാൻസ് ചെയ്യുന്ന ആൾക്കാര്? ആണോ? ഒരു കൈയ്യടി കൊടുക്കാവോ? നമ്മുടെ പേരെന്താ? ദക്ഷ. ദക്ഷ ബോൾ ടാലന്റ് ആണോ? ബോൾ ടാലന്റ് നമ്മുടെ വെൽക്കം ഡാൻസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ദക്ഷ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഏത് സ്കൂളിൽ? അവരോട് ഇംഗ്ലീഷ് സ്കൂൾ. ഏത് ഡാൻസാണ് കളിക്കാനുണ്ട്? ഇതാ? ഓ, one of my all time favorite. Yes, you are കളിക്കും. അറിയാത്ത പേരൻസ് പറയല്ലേ? ഏതായിരിക്കും? ചേട്ടനിന്റെ സസ്പെൻസ് പൊളിച്ചതായിരുന്നു. ഓക്കെ, very sorry. മേഘ എന്നുള്ള ഡാൻസ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. Let's all sit back and enjoy this.
നെക്സ്റ്റ് നമുക്കൊരു ഡാൻസും കൂടെ ഉണ്ട്. ബട്ട് നമുക്കൊരു ഇവന്റ് ഫ്ലോ ചാർട്ട് തന്നതനുസരിച്ച് അവരവരെ കുറച്ചൊരു ലേറ്റ് ആയിട്ട് നമുക്ക് ഇത് നമുക്കൊരു ഭയങ്കര പാഷനായിട്ട് വേറെ രണ്ട് കുട്ടികൾ ഇപ്പം റെഡിയാണ് കളിക്കാന്ന് പറഞ്ഞു. അതെ 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 നമ്മളെ എന്നെന്ന് വിളിക്കാറുണ്ട് ഇവരെ അല്ലേ? എന്നെ എന്നൊന്ന് പറയാവോ? നിയ ആൻഡ് നിഹാര. നിയയും നിഹാരയുമാണ് ആ പാട്ടൊന്ന് സെലക്ട് ചെയ്തത്. മോളെ ഏത് ഡാൻസ് കളിക്കാൻ മോളെ? ഫ്യൂഷൻ ആണ്. ഓക്കെ, 4 പാട്ടുകളെല്ലാം ഒരുമിച്ച് ചേർത്തത് ഫ്യൂഷൻ ലാസ്റ്റ് ആണ്. പക്ഷെ ഇപ്പം പാട്ടുകൾ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാമല്ലോ അല്ലേ? ഇപ്പം നീ ഏത് ക്ലാസ്സിലാണ്? നിഹാര ഏത് ക്ലാസ്സിലാണ്? മോളോ 5th. സിസ്റ്റേഴ്സ് അല്ലേ രണ്ടുപേരും? ഓക്കെ. ബെസ്റ്റ് പേരൻസ് ആരാ? നിയ ആൻഡ് നിഹാരയുടെ? ഓക്കെ. പഠിക്കുന്നുണ്ടോ ഡാൻസ് സ്വന്തമായിട്ട്? I think they are also the relatives of this main
start the song. സോങ് റെഡി ആവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, ഒരു കുസൃതി ചോദ്യം ചോദിക്കാനാണ് എന്നോട് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഒരു 10ഓളം കുസൃതി ചോദ്യങ്ങൾ ഇവരുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഈ കപ്പിൾസിനോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ അങ്ങോട്ടൊരു പണി വയ്ക്കും എന്നുള്ളത് അറിഞ്ഞിട്ട് നേരത്തെ പണികളുടെ ഒരു ഘോഷയാത്രയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്? ചോദിച്ചു, പ്രിപ്പയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ പേടിക്കണ്ട, 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പാട്ടിന്റെ ഒരു മിനിറ്റ് ഞാൻ സ്റ്റേഷൻ വെട്ടോട്ടൊന്ന് വെക്കോട്ടെ. ഡിസ്കസ് ചെയ്യാൻ പാടില്ല ആണോ? ചേട്ടൻ ഈ സൈഡിലോട്ട് വന്നോളൂ, ചേച്ചി ആ സൈഡിലോട്ട്. പാട്ട് റെഡിയായി, രക്ഷപ്പെട്ടു. പാട്ട് റെഡിയായി, ചേട്ടന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പാട്ട് റെഡിയായി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? We'll see this, okay?
പഠിക്കുന്നുണ്ട്. കലാകുടുംബമാണ്. അച്ഛനോ? അപ്പം പ്രൗഡ് പേരൻസ് ആൻഡ് പ്രൗഡ് കിഡ്സ്. 10th-ലും 5th-ലും പഠിക്കുന്ന ആളാണെങ്കിലും കുറച്ച് പിള്ളേർക്ക് നെർവസ് ആവും അല്ലേ? സ്റ്റേജൊക്കെ കാണുമ്പോൾ കുഞ്ഞിനെ നമ്മളൊക്കെ നെർവസ് ആവാറില്ലായിരുന്നു സ്റ്റേജ് കാണുമ്പോൾ. ഇപ്പോഴും പേടിയാണ്. ബട്ട് യു നോ ദ ജനറേഷൻ ഓഫ് നൗ അവർക്ക് ഒന്നിനെയും പേടിയില്ല. ദേ ആർ ഓപ്പൺ ടു എവറിത്തിങ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പം എനിവേസ് യൂസ്ഫുൾ. അപ്പം ഒരു പേടി അപ്പം നമ്മുടെ ഡാൻസിങ് കഴിഞ്ഞു, ഇവരുടെ ഇൻട്രോ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? എന്തിനാണ് നമ്മൾ വന്നത്? വളകാട്ടം. ഡാൻസിനും പാട്ടിനും വന്നാണ്. നിങ്ങളോടുള്ള സ്നേഹമുള്ള സുഹൃത്തുക്കൾ പറയുന്നത് ഡാൻസും പാട്ടിനും വന്നതെന്ന്. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, നമ്മുടെ ഈ ഒരു പ്രൈം ടൈം ഇവന്റ് നടക്കാൻ പോവാണ്. സഞ്ജനയുടെ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ്. സഞ്ജനയാണ് നമ്മുടെ ഡീപ് ബ്രെത്ത് എടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഷീസ് ടെൻസ് ഓർ ഷീസ് ടയർഡ് അല്ലേ? നോ പ്രോബ്ലം. ഹാപ്പി മൊമെന്റ്സ് ആണ് ഇതൊക്കെ. നമുക്ക് മനസ്സിലുള്ള ലൈഫിൽ മാത്രം കിട്ടുന്ന മൊമെന്റ്സ് ഒക്കെ. എനിക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ഒരു ട്രഡീഷണൽ അല്ല ഹൈപ്പായിട്ടൊക്കെ വരുന്നത്. ഇയേഴ്സ് അഗോ ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഇങ്ങനെ ഒരു ട്രഡീഷണൽ കാര്യം നമ്മൾ മലയാളി സെലിബ്രേറ്റ് ചെയ്തിട്ട് ഐ തിങ്ക് തമിഴ്നാട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇത് കുറെ ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഐ തിങ്ക് നോർത്ത് ഇന്ത്യൻസിന് കുറേ ചടങ്ങുകൾ നമുക്ക് ചെയ്യുന്നു അല്ലേ? അപ്പം അങ്ങനെ ഓരോരോ ചടങ്ങുകൾ നമ്മളിപ്പോൾ ഒരു കൾച്ചറിലും സ്റ്റേറ്റിലും ഒക്കെ ബാക്ക് ബെഞ്ചേഴ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും. ക്ലാസ് റൂമിലൊക്കെ അങ്ങനെയായിരുന്നു. ബാക്ക് ബെഞ്ചേഴ്സ് സംസാരിച്ചാൽ ഇവിടെ വന്നിരുന്ന പണിഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദീസ് സ്വീറ്റ് കപ്പിൾസ് ഫോർ ദി പ്രൈം ടൈം ഇവന്റ് ഓഫ് ദി സെറമണി. അപ്പം ഇവരെ രണ്ടുപേരെയും ഐ വുഡ് ലൈക്ക് ടു വെൽക്കം. മോളെ സ്റ്റേജിലേക്ക് big round of applause is like you okay? Come, our രണ്ടുപേരും വേദിയിൽ വന്നിരുന്നാലുടനെ we are moving on to the segments. ഇത് കുറേ സെഗ്മെന്റ്സ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലാമ്പ് ലൈറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സഞ്ജനയുടെയും അൻമോദിന്റെയും they have their relatives over here. ഇപ്പം UAE നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളും നടക്കുമ്പം we have a very less amount of relatives, but we have more than relatives. We have friends over here, alle? Friends are more than our relatives here, but we have relatives of both Sanjana and Anmol here. Can I just please welcome these relatives to the stage? Sanjana's sister and family under